മാളോ, എൻ്റെ വിശേഷം തെറ്റാറിനെ കാണുമ്പോൾ ഞാൻ എപ്പോഴും എന്നോട് ഇങ്ങനെ ചോദിക്കണമെന്ന് വിചാരിക്കും. നീയും എൻ്റെ കാക്കയും എന്ത് സ്നേഹത്തിലാണ് എപ്പോഴും കഴിയുന്നത്. ഞാനും എൻ്റെ കാക്കയും മോളുണ്ടായതിന് ശേഷം ഭയങ്കര അടിയും പിടിയാണ്. ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി ഞാൻ എന്നെ ഒരുപാട് ചീത്ത പറയുകയൊക്കെ ചെയ്യും. അതൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇക്കാക്ക് ഇപ്പോൾ മോളെന്ന് വെച്ചാൽ ആ ജീവൻ. ആദ്യമൊന്നും അങ്ങനെ അല്ലായിരുന്നു. ആദ്യം എനിക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും കൊണ്ട് തരികയും അതുപോലെ എനിക്ക് സുഖമാണോ, ഭക്ഷണം കഴിച്ചോ എന്ന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും തിരക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് ഇക്കാക്ക ഫോൺ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിലും ഒക്കെ അത് മോൾക്ക് എന്നുള്ള രീതിയിൽ മാത്രമാണ്. ഫോൺ എടുത്താൽ തന്നെ ഇക്കാക്ക ചോദിക്കുന്നത് മോളെവിടെ, മോൾക്ക് സുഖമാണോ, മോള് ഫുഡ് കഴിച്ചോ എന്ന് മാത്രമാണ്. എന്നെ പറ്റിയിട്ട് എനിക്ക് സുഖമാണോ, എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ ഒന്നും ഇക്കാക്ക ചോദിക്കാറില്ല. ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കും, മോളെ എനിക്ക് വേണ്ടായിരുന്നോ എന്ന്. മോളുണ്ടായിട്ടല്ലേ കാക്കാൻ്റെ സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു പോയത് എന്ന് ഞാനെപ്പോഴും വിചാരിക്കാറുണ്ടായിരുന്നു. ആദ്യം ഞാൻ വിചാരിക്കുന്നത് മക്കളുണ്ടാവണേ എന്നായിരുന്നു. എന്നാൽ ഇപ്പം ഞാൻ നേരെ തിരിച്ചാണ് വിചാരിക്കാറ്. കാരണം എൻ്റെ സ്നേഹം, എന്നോടുള്ള സ്നേഹം മൊത്തം നഷ്ടപ്പെട്ടു പോയതുപോലെ. ഏയ് താത്ത, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. മക്കളില്ലാത്തതിൻ്റെ വേദന ഞാൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. കാരണം ഇക്കാക്കക്ക് പുറമെ കാണുന്ന സ്നേഹം മാത്രമാണുള്ളത്. ഉള്ളിൽ ഇക്കാക്കക്ക് എന്നോട് എപ്പോഴും വെറുപ്പാണ്. നിങ്ങൾ കാണാനില്ല. കാക്കാക്ക് റൂമിൻ്റെ ഉള്ളിൽ ഞാനും കാക്ക എത്തിപ്പെട്ടാൽ കാക്ക ഇല്ലാത്ത കുറ്റങ്ങൾ എന്നെ പറഞ്ഞ് ഉണ്ടാക്കി ഞാൻ പറയുന്ന സമയത്ത് ആരും കാണാതെ എന്നെ കരഞ്ഞ് തീർക്കലാണ്. നിങ്ങളുടെ മുമ്പിലൊക്കെ ഞാൻ ചിരിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഉള്ളിൽ കരയുന്ന എന്നെ ആർക്കും ഓർമ്മയില്ല താത്ത. മക്കളില്ലാത്തതിൻ്റെ ആ ഒരു വേദന എനിക്കിപ്പോഴും മറക്കാൻ കഴിയാത്തൊരു ഓർമ്മ പോലെയായിപ്പോയി. ഒരു മക്കളെ പഠിച്ചവൻ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര വിഷമിക്കേണ്ടിയില്ലായിരുന്നു എന്ന് എപ്പോഴും ഞാൻ ആലോചിക്കും. എങ്ങനെയുള്ള കുട്ടിയാണെങ്കിലും ഒരു കുട്ടീനെ എനിക്ക് തന്നിരുന്നെങ്കിൽ എന്ന്. മക്കൾ ഒരിക്കലും നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു ഇതല്ല താത്ത. ഭർത്താക്കന്മാർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവും. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പങ്ക് മോൾക്കും കൂടി കൊടുത്ത സമയത്ത് അതിലൊരു കുറവ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ താത്താനോട് ഇക്കാക്കക്ക് സ്നേഹമില്ലായിട്ടൊന്നുമല്ല. ഒരുപാട് സ്നേഹം ഉണ്ടാവും ഉള്ളിൽ. പുറമെ ചിലപ്പോൾ കാണിക്കാൻ ഉള്ള അവസരം ഇല്ലാതെ ആയിരിക്കാം. നിങ്ങൾക്കറിയോ ഈ താത്ത, ഞാൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ മോളെ ചിരിയിലും കളിയിലൂടെയും നിങ്ങൾക്ക് ആ വിഷമം മറക്കാൻ വേണ്ടി പറ്റും. എനിക്കോ, ഞാനൊക്കെ 2-4 ചുമരിൻ്റെ ഉള്ളിൽ കിടന്ന് കരിയല എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ. സന്തോഷമുള്ള സമയത്ത് തന്നെ ഇതൊക്കെ ആര് കാണാനാ? ഇതൊന്നും ഇക്കാക്ക ശ്രദ്ധിക്കാറേ ഇല്ല. ആദ്യമൊക്കെ ശ്രദ്ധിക്കായിരുന്നു. പിന്നെ എല്ലാത്തിൽ നിന്നും ഇക്കാക്കക്ക് ഒരു അകൽച്ചയാണ്. ആ അകൽച്ചയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഉള്ളിൽ പൊട്ടി ഞാൻ കരയാനാണ് തോന്നാറുള്ളത്. ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ കൂടെ കളിച്ചും ചിരിച്ചും അവരുടെ